എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിലേക്ക് കടന്നു കയറിയ ഹമാസ് 1200 പേരെ കൊല്ലുകയും സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും 250-ലധികം ആളുകളെ തട്ടിക്കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെ ഹമാസും ഇസ്രയേലുമായി യുദ്ധം ആരംഭിക്കുകയും അത് 2 വർഷത്തിലധികം തുടരുകയും ചെയ്തതിന് ശേഷം അമേരിക്കയും ലോകരാജ്യങ്ങളും ഇടപെട്ട് യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ശക്തമായ രാഷ്ട്രമായിരുന്നിട്ട് പോലും ഇസ്രയേലിന് ഒരു വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, അതിഭയാനകമായ സാമ്പത്തിക സൈനിക നഷ്ടമാണ് ഇസ്രയേലിന് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ വെടിനിർത്തൽ കരാർ എന്നത് ഇസ്രായേലിന്റെ ഒരു പിൻവാങ്ങലായിരുന്നു എന്ന് വേണം പറയാൻ. വേണമെങ്കിൽ പരാജയം എന്നും വിളിക്കാം. ഹമാസിനെ നിരായുധീകരിക്കുക, ഗസയിലെ ഭരണത്തിൽ നിന്നും ഹമാസിനെ മാറ്റി നിർത്തുക എന്ന നെതന്യാഹുവിന്റെ ആഗ്രഹം നടക്കാതെയാണ് വെടിനിർത്തൽ വേണ്ടി വന്നത്. എന്നാൽ ശക്തി ക്ഷയിച്ചു എന്ന് തോന്നിപ്പിച്ച അപകടകാരിയായ ഹമാസ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണ് എന്നാണ് ഗസയിൽ നിന്നും റിപ്പോർട്ടുകൾ വരുന്നത്. അതുകൊണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലും നിശബ്ദതയും അധികകാലം നീണ്ടു നിൽക്കില്ല എന്നാണ് സൂചനകൾ. ട്രംപ് നെതന്യാഹുവിനെ കൈവിട്ടതോടെ ഒറ്റപ്പെട്ട നെതന്യാഹു അധികാരത്തിൽ നിന്നും പുറത്തായില്ലെങ്കിൽ ഇസ്രായേലിനെ ഭീഷണി ഉയർത്തുന്ന ഇറാനും അവരുടെ പ്രോക്സികളായ ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ, അതുപോലെ തന്നെ ഇറാഖ് മിലീഷ്യകൾ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘത്തിന്റെ ആക്രമണ മുനമ്പിലാണ് ഇസ്രായേൽ ഉള്ളത് എന്ന് ഇസ്രായേൽ സൈനിക മേധാവികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. 2 വർഷത്തെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ തുടർച്ചയായ പ്രവർത്തനങ്ങളും യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള മാസങ്ങളോളമുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഹമാസ് ഇപ്പോഴും വലിയ സായുധ സംഘമായി തൊട്ടടുത്ത് ഒരു മതിലിനപ്പുറത്ത് എന്നതുപോലെ തുടരുന്നത് ഇസ്രായേലിനെ ഏറെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. വെടിനിർത്തൽ പ്രകാരം ഗസയിൽ ഉണ്ടാക്കിയ മഞ്ഞരേഖയ്ക്ക് കിഴക്കുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളുടെ നിയന്ത്രണം ഇപ്പോഴും ഹമാസിനാണ്. ഹമാസിന്റെ സായുധ പ്രവർത്തകർ ഇപ്പോഴും ഗസയുടെ തെരുവുകളിൽ പട്രോളിംഗ് നടത്തുകയാണ്. യുദ്ധസമയത്ത് ഇസ്രായേലിനെ അനുകൂലിക്കുകയും ഇസ്രായേലിൽ നിന്നും പണം വാങ്ങി ഹമാസിന്റെ നേതാക്കളെ ഒറ്റുകൊടുക്കുകയും ഭക്ഷണസാധനങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തവരെ തിരഞ്ഞു പിടികൂടി പരസ്യമായി വെടിവെച്ച് കൊല്ലുകയോ അംഗഭംഗം വരുത്തുകയോ ചെയ്യുന്നത് ഗസയിൽ ഇപ്പോൾ സാധാരണമായിരിക്കുകയാണ്. ഹമാസും അവരുടെ സൈനിക വിഭാഗവും ഇപ്പോഴും ശക്തമാണ് എന്ന് തെളിയിക്കുന്ന വിധമാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയെ പോലെ ഹമാസിനും വലിയ തോതിൽ ഇറാൻ ആയുധങ്ങൾ എത്തിക്കുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പരാതി. എന്നാൽ ഇസ്രായേലിന്റെ ഈ പരാതികളൊന്നും ഇറാനോ അവരുടെ പ്രോക്സികളോ ഒന്നും കാര്യമാക്കുന്നില്ല. അവർ കൂടുതൽ ആയുധങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ഗസ അതിർത്തിക്കുള്ളിൽ ഇപ്പോഴും ഡ്രോൺ ആക്രമണങ്ങളും ചെറിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകളും ആരംഭിച്ചിരിക്കുന്നു. ഇരുകൂട്ടരും വ്യവസ്ഥകൾ പലതും കൃത്യമായി പാലിക്കപ്പെടാത്തത് കൊണ്ട് സ്ഥിതിഗതികൾ എപ്പോൾ വേണമെങ്കിലും വഷളാകാം എന്ന നിലയാണ് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഗസയുടെ കിഴക്കൻ ഭാഗത്ത് ഇസ്രായേൽ ബോംബിട്ടത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കിയിട്ടുമുണ്ട്. ഇനിയും ഹമാസുമായി ഒരു യുദ്ധം ഉണ്ടാക്കുന്നതിലല്ല, മറിച്ച് ഇനിയുണ്ടാകുന്ന യുദ്ധത്തിൽ പഴയതുപോലെയല്ല ഇറാൻ കൂടി ചേരുമെന്നത് ഇസ്രായേലിന്റെ വലിയ നാശത്തിന് കാരണമാകുമെന്ന് ഇസ്രായേലിന്റെ സൈനിക നേതൃത്വം സമ്മതിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഗസയിലെ സാഹചര്യങ്ങളെയും വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ലോകശ്രദ്ധ മറ്റു യുദ്ധങ്ങളിലേക്ക് തിരിയുമ്പോൾ ഗസയിലെ വഷളായ സാഹചര്യങ്ങൾ ഇപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോവുകയാണ് എന്ന് പറയേണ്ടതുണ്ട്. പഴയതുപോലെ വീണ്ടും അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ സഹായിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്കെതിരെ വലിയ രീതിയിലുള്ള ജനവികാരവും പ്രതിഷേധങ്ങളും ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളും മനുഷ്യാവകാശ പ്രവർത്തകരുമൊക്കെ ഗസയിലെ സാധാരണക്കാരുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ നെതന്യാഹു സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് അമേരിക്കൻ ഭരണകൂടത്തെ കൂടുതൽ പരസ്യമായി ഇസ്രായേലിനെ സഹായിക്കുന്നതിൽ നിന്നും പിന്നോട്ട് വലിയാൻ പ്രേരിപ്പിക്കുന്നതിനാൽ ഇനി വീണ്ടും യുദ്ധത്തിനിറങ്ങിയാൽ നെതന്യാഹു അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം വഹിക്കേണ്ടി വരും എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ട്രംപ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ വെറുതെയാണ് എന്ന് പറയേണ്ടതുണ്ട്. ഇസ്രായേലിനെ അറബ് രാഷ്ട്രങ്ങൾ വളഞ്ഞാക്രമിക്കുന്നത് കണ്ടാൽ സ്വാഭാവികമായും ട്രംപ് ഇടപെടും. എന്നാൽ അത് പഴയപോലുള്ള ഒരു സഹായമായി ഇസ്രായേലിന് ലഭിക്കണമെന്നില്ല. ഇതാണ് ഇറാൻ കണക്ക് കൂട്ടുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഏതൊരു അമേരിക്കൻ ഇടപെടലിനും ഹോർമുസ് മുനമ്പ് വെച്ചുള്ള ഒരു വിലപേശലാവും ഇറാൻ നടത്തുക. അതിൽ ട്രംപ് തളർന്നു പോകുമെന്ന് യുദ്ധകാര്യ വിദഗ്ധർ കണക്ക് കൂട്ടുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും മരണം എന്ന മുദ്രാവാക്യം ഇറാന്റെ പ്രോക്സി സംഘടനകൾക്കിടയിലെ ഒരു പ്രചാരണ മന്ത്രമാണ്. ഇസ്രായേലിനെ മരിപ്പിക്കുക, അതല്ലെങ്കിൽ കോമയിലാക്കുക എന്നതാണ് ഇറാന്റെ പ്രോക്സികൾ ഇപ്പോൾ പറയുന്നത്. അതിനുവേണ്ടിയാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഗലീലി ഉൾപ്പെടെയുള്ള വടക്കൻ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ള ശക്തമായ ആക്രമണങ്ങളാണ് നടത്തുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ്. ഈ ആക്രമണങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഇസ്രായേലിന്റെ തെക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള ഗസയിൽ നിന്നും ഇസ്രായേലിന്റെ തെക്കൻ നഗരങ്ങളിലേക്കും മധ്യഭാഗത്തുള്ള ടെൽ അവീവ് പോലുള്ള നഗരങ്ങളിലേക്കും ഹമാസ് ഡ്രോൺ ആക്രമണം നടത്താൻ സാധ്യതയുള്ളതായിട്ടാണ് ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ ഇസ്രായേലിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെസ്റ്റ് ബാങ്കിലേക്കും ഹമാസിനെ നിഷ്പ്രയാസം ആക്രമിക്കാൻ കഴിയും. ഇതുകൂടാതെ ഇസ്രായേലിൽ നിന്നും വളരെ അകലെ തെക്ക് ഭാഗത്താണ് ഹൂത്തികൾ ഭരിക്കുന്ന യമൻ എന്ന രാജ്യമുള്ളത്. യമനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് അതിർത്തി പങ്കിടുന്നില്ലെങ്കിലും ചെങ്കടൽ വഴി ഇസ്രായേലിന്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള തുറമുഖ നഗരമായ എല്ലിയാത്ത് ലക്ഷ്യമാക്കി
ഹൂത്തികൾ കഴിഞ്ഞ ദിവസം വലിയ ആക്രമണമാണ് നടത്തിയത്. ഹൂത്തികളുടെ കയ്യിൽ 2000 കിലോമീറ്ററിലധികം ദൂരവ്യാപ്തിയുള്ള മിസൈലൊക്കെ ഉണ്ട്. അത് വെച്ച് ശരിക്കും അടിക്കാൻ കഴിയും. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ എലിയാത്ത് എന്ന തുറമുഖ നഗരത്തിലേക്ക് ഹൂത്തികൾ വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിന് തിരിച്ചടി കൊടുക്കാൻ ഇസ്രായേൽ ഇതുവരെ തുനിയാത്തത് അവർക്ക് ചുറ്റും വളഞ്ഞിരിക്കുന്ന ഈ ഇറാൻ്റെ പ്രോക്സികളെ ഭയന്നിട്ട് തന്നെയാണ്. തന്നെയുമല്ല, ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന് വീണ്ടും അവസരം ഒരുക്കി കൊടുക്കേണ്ടതില്ല എന്നും ഇസ്രായേൽ സൈന്യം കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് അവന്മാർ ഇപ്പം മിണ്ടാതിരിക്കുകയാണ്. ഇങ്ങനെ 4 വശത്തൊന്നും വളഞ്ഞ് ഇസ്രായേൽ വളരെയധികം ഒരു ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. സമയത്ത് ട്രംപ് കൈവിടുകയും കൂടി ചെയ്തതോടെ ഇസ്രായേലിൻ്റെ കാര്യം അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ കാര്യം ഒരു വലിയ കഷ്ടത്തിലാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ഇസ്രായേൽ സുരക്ഷിതമല്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഇതുവരെയുള്ള അധികാര ഗർവുകൾ അവസാനിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. നാശത്തിൻ്റെയും മരണത്തിൻ്റെയും മറ്റൊരു ഹോളോകോസ്റ്റിലേക്കാണ് അവർ നടന്നെടുക്കുന്നത് എന്നും പറയേണ്ടതുണ്ട്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.